Welcome to RK's Stories. പ്രിയ പ്രണയിനി ഭാഗം 8. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. ആൽത്തറയിൽ ചാരി നിൽക്കുന്ന സജീവനെ കണ്ടതും വേവലാതിയോടെ ഗൗരി മിഴികൾ താഴ്ത്തി. ആ കല്യാണാലോചന വേണ്ടെന്ന് വെച്ചതിന് അയാൾ വല്ലതും പറയുമോ എന്നതായിരുന്നു അവളുടെ പേടി. സാധാരണ ആ സമയത്ത് വിശ്വട്ടന്റെ അച്ഛനും ആ പ്രായത്തിലുള്ള അങ്ങരുടെ കൂട്ടുകാരുമൊക്കെ ചേർന്ന ഒരു സഭ ആൽത്തറയിൽ പതിവുള്ളതാണ്. ഇന്ന് എന്തോ ആ കൊലപാതകം നടന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരും അവിടെ ഉണ്ടായിരുന്നില്ല. അല്പം ഒരു ആശങ്കയോടെ ചുവടുകൾ വെച്ചവൾക്ക് മുന്നിലേക്ക് ചിരിയോടെയാണ് സജീവൻ കയറി നിന്നത്. എന്താ? പകപ്പ് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി. താനിങ്ങനെ പേടിക്കല്ലേടോ, ഞാൻ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. അവൻ ചിരിയോടെയാണ് പറയുന്നതെങ്കിലും അവളുടെ ഉള്ളിൽ ഭയമായിരുന്നു. ആനന്ദം പോയോ? പറഞ്ഞതിനൊപ്പം അവൾ തലകുലുക്കി. കഴിഞ്ഞ ദിവസം വില്ലിച്ചൻ കൊണ്ടുവന്ന എന്റെ വിവാഹാലോചന തന്റെ അമ്മമ്മ വേണ്ടെന്ന് പറഞ്ഞല്ലേ? ആ ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കേട്ടപ്പോ അവളുടെ മുഖത്ത് വേവലാതി നിറഞ്ഞു. താൻ സമ്മതം മൂളിയെങ്കിലും അമ്മമ്മ അത് വേണ്ടെന്ന് പറഞ്ഞെന്നാ ഞാൻ അറിഞ്ഞത്. ശരിയാണോ? അതിനും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഗൗരി, താൻ പേടിക്കാതെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. എനിക്കൊന്നും പറയാനില്ല. വിക്കി കൊണ്ടാണ് അവൾ അത്രയും പറഞ്ഞൊപ്പിച്ചത്. എടോ, തന്നെ എനിക്ക് ശരിക്കും ഇഷ്ടമായതുകൊണ്ടാണോ അച്ഛൻ എന്റെ കാര്യം തന്റെ വില്ലച്ചനോട് സംസാരിച്ചത്? ആ ഇഷ്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തനിക്ക് പക്ഷെ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടല്ലോ. എന്തുകൊണ്ടാണ് തൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ടായതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്നും താൻ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു. തന്നോട് ആ ദേവൻ കാണിക്കുന്ന അടുപ്പം എനിക്ക് തീരെ പിടിക്കാറില്ല. അതുകൊണ്ടാ പലപ്പോഴും ഞാൻ അവനുമായിട്ട് വഴക്കുണ്ടാക്കുന്നത്. തൻ്റെ മുന്നിൽ അവൻ ഷൈൻ ചെയ്യുന്നത് സഹിക്കാൻ പറ്റാറില്ല എന്നതാ സത്യം. സജീവൻ ഒരു ചുവടുകൂടി അവൾക്കടുത്തേക്ക് നീങ്ങി നിന്നു. അമ്മമ്മയോട് നമ്മുടെ കാര്യം തനിക്കൊന്ന് സംസാരിച്ചുകൂടെ? ഈ വിവാഹത്തിന് തനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അമ്മമ്മ പിന്നെ എതിര് നിൽക്കില്ല. അനന്തന് സമ്മതിക്കും. അമ്മമ്മയോട് ഞാൻ അങ്ങനെ എതിർത്തൊന്നും പറയാറില്ല. എതിർത്ത് പറയണ്ട. തനിക്ക് ഈ വിവാഹത്തിനാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തനിക്ക് എന്നെ ഇഷ്ടമാണെന്നങ്ങ് പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ലല്ലോ. പരിചയമുള്ള ആരെയെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന പ്രതീക്ഷയോടെ അതിനിടയ്ക്ക് അവൾ ചുറ്റിനൊന്ന് നോക്കി. താനെന്താ ഒന്നും മിണ്ടാത്തത്? അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല. ഈ ഒരു വിവാഹം നടന്നാലേ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗുണമേ ഉണ്ടാകൂ. അവൻ എന്തു ഗുണത്തെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൾ മിഴിച്ചു നിന്നു. ആ വിഷ്ണുവും അരുണും തന്റെ അമ്മാവനും ഒക്കെ വൈശാഖിയെ തട്ടിക്കൊണ്ടുപോകാൻ അന്വേഷിച്ച് നടക്കുകയാണെന്ന് എനിക്കറിയാലോ. അച്ഛനെയാ അവരന്വേഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നേ. അച്ഛന്റെ ശിങ്കിടികൾ അവരന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നേ? വൈശാഖി പോയത് അനന്തന്റെ കൂടെയാണെന്ന് അച്ഛൻ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഗൗരിക്ക് അറിയാലോ. ഒരാന്തലോടെ അവൾ പിന്നിലേക്ക് വേച്ചുപോയി. സൂക്ഷിക്കേ. വീഴാതിരിക്കാനെന്നോണം അവൻ ആ കൈക്ക് പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്ന് കുടഞ്ഞ് ഒഴിഞ്ഞു മാറി. നിമിഷ നേരം കൊണ്ടാണ് അവളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞത്. താൻ പേടിക്കാതെ, ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അളിയനാകാൻ പോകുന്നയാളെ അങ്ങനെ ഒറ്റുകൊടുക്കാൻ പറ്റില്ലല്ലോ. അന്ന് രാത്രി ദേവനെ തിരിച്ചൊന്നു നെല്ലാനാ ഞാൻ കാത്തു നിന്നേ. പക്ഷെ ആ പാതിരാത്രി അവൻ തന്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ ആകെപ്പാടെ കൺഫ്യൂഷനായി. ബാഗൊക്കെ തൂക്കി വൈശാഖി അവിടെ നിന്ന് ഇറങ്ങി വന്ന് അവന്റെ കൂടെ സ്കൂട്ടറിന്റെ പിന്നിൽ കയറുന്ന കണ്ടപ്പോ കരുതിയത് അവൾ അവനോടൊപ്പം ഒളിച്ചോടുന്നതാണെന്നാ. അങ്ങനെയാണെങ്കിൽ അക്കാര്യം അവളുടെ ഏട്ടനെ അറിയിക്കാമല്ലോ എന്നോർത്താ അവരറിയാതെ ഞാൻ അവരെ പിന്തുടർന്നത്. പക്ഷെ പഞ്ചായത്തിന് പുറത്ത് കാത്തു നിന്നിരുന്ന അനന്തനെ കണ്ട ഉടനെ അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ ക്ലിയറായി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ കല്യാണം നടക്കുന്നത് എല്ലാവർക്കും ഗുണമുള്ള കാര്യമായിരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ലെങ്കിലും ഏറെ താമസിയാതെ അച്ഛൻ വൈശാഖിയെയും അനന്തനെയും പോക്കും. പക്ഷെ ആനന്ദൻ എന്റെ അളിയനായി കഴിഞ്ഞ് പിന്നെ അച്ഛൻ അവന്റെ ഭാഗത്തല്ലേ നിൽക്കൂ. അന്ന് വിഷ്ണു പറഞ്ഞത് താനും കേട്ടതാണല്ലോ. അനന്തന്റെ ജീവൻ രക്ഷിക്കാൻ ഇതേ ഉള്ളൂ ഇനിയൊരു മാർഗം. ഭയം കൊണ്ട് ആകപ്പാടെ വിയർത്തു കുളിച്ചിരുന്നു ഗൗരി. വീട്ടിൽ ചെന്നിരുന്ന് സമാധാനത്തോടെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്ക്. തന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും അനന്തന്റെ ഭാവി എന്നുകൂടി ഓർക്കണം. ഈ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എനിക്ക് തന്നെ പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞുവെന്നും അത് കേട്ടപ്പോ തനിക്ക് ആ വിവാഹക്കാര്യത്തിൽ താല്പര്യം തോന്നിയെന്നും പറഞ്ഞാൽ മതി. അപ്പോ പിന്നെ ആർക്കും സംശയമൊന്നും ഉണ്ടാകില്ല. പക്ഷെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. പറ്റുകയാണ്
അടുത്ത മാസം തന്നെ. ഇനിയും കാത്തിരിക്കാൻ വയ്യാത്തത് കൊണ്ടാണോ? അത്രയ്ക്കേറെ ഇഷ്ടമായതുകൊണ്ടല്ലേ? വിയർത്തും കിതച്ചും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ. എങ്കിൽ ഗൗരി നടന്നോളൂ. അതും പറഞ്ഞിട്ട് മുന്നിൽ നിന്നും അവൻ മാറി നിന്നെങ്കിലും നിന്നിടത്തു നിന്നും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവൾ. ഗൗരി, എടോ. തോളിൽ പിടിച്ച് അവനൊന്ന് കുലുക്കിയപ്പോ അവൾ ഞെട്ടിപ്പകച്ച് അവനെ നോക്കി. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? മുഖത്തെ വിയർപ്പ് തുടച്ചിട്ട് അവൾ തല ഇളക്കി. എങ്കിൽ ചെല്ല്. സ്വപ്നത്തിൽ എന്നതുപോലെ അടിവെച്ച് നടന്നു പോകുന്നവളെ നോക്കി അവനൊരു ചിരിയോടെ അവിടെ തന്നെ നിന്നു. ദീപാരാധന കഴിഞ്ഞ് സമയം എത്ര ആയല്ലോ? എന്താ ഗൗരിട്ടിയെ വൈകേ? വരാന്തയിലിരുന്ന അമ്മമ്മയുടെ ചോദ്യം കേട്ട ഭാവം പോലും ഇല്ലാതെയാണ് അവൾ അകത്തേക്ക് കയറിപ്പോയത്. ഇതെന്താ ഈ കുട്ടിക്ക് പറ്റിയേ? ഏത് നേരം നോക്കിയാലും സ്വപ്നത്തിൽ എന്ന പോലെ നടത്താം. ഇങ്ങനെ ഒരു അന്തവും കുന്തവും ഇല്ലാത്തൊരു കുട്ടി. പടിഞ്ഞാറോട്ടും നോക്കി തൊഴുതുകൊണ്ട് എഴുന്നേൽക്കുന്നതിനിടയിൽ അമ്മമ്മ പിറുപിറുത്തു. ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന വൈശാഖി കാറിന്റെ ഹോൺ കേട്ടാണ് ഓടിച്ചെന്ന് വാതിൽ തുറന്നത്. കാറിൽ നിന്നും ഇറങ്ങിയ അനന്തൻ ഗേറ്റ് തുറക്കുകയായിരുന്നു. അപ്പോ കാർ പാർക്ക് ചെയ്ത് അവൻ വരാന്തയിലേക്ക് കയറി വന്നതും അവൾ അവന്റെ കയ്യിൽ തൂങ്ങി. എന്തൊക്കെയുണ്ട് അനന്തേട്ട അവിടുത്തെ വിശേഷങ്ങള്? അച്ഛനെയും അമ്മയും വിഷ്ണുവേട്ടനെയൊക്കെ കണ്ടായിരുന്നോ? എന്നെ കുറിച്ച് അവരെന്തേലും പറഞ്ഞോ? ദേവേട്ടനോട് ഗൗരിയുടെ കല്യാണക്കാര്യത്തെ പറ്റി സംസാരിക്കാൻ സാധിച്ചായിരുന്നോ? അമ്മമ്മയും ഗൗരിയും എന്തെടുക്കുന്നു? ഒറ്റ ശ്വാസത്തിൽ ചോദ്യങ്ങളെല്ലാം ചോദിച്ചവളുടെ കയ്യിലേക്ക് ബാഗ് കൊടുത്തിട്ട് അവൻ അകത്തേക്ക് കയറി സെറ്റിയിലേക്ക് ഇരുന്നു. ബാഗ് തൊട്ടടുത്ത സെറ്റിയിലേക്ക് വെച്ചിട്ട് വൈശാഖി അവന്റെ തോളിലേക്ക് ചാരി. പറയാനന്തേട്ടാ. നീ ഒരു ഗ്ലാസ് ചായ ഇങ്ങെടുത്ത് പറയാം. ചായയൊക്കെ എപ്പോഴേ റെഡി. ചാടി എഴുന്നേറ്റ് അവൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന ഫ്ലാസ്കിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് പകർന്ന് അവന് നേർക്ക് നീട്ടി. ഇന്ന് തന്നെ പോരൂന്ന് വിളിച്ചു പറഞ്ഞപ്പോ ഇടയ്ക്ക് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാ. അനന്തേട്ടന് ഇടയ്ക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ടല്ലോ. ഗ്ലാസിൽ മൊത്തിക്കൊണ്ട് അവൻ മൂളി. ഇനി പറയുന്നേ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നെന്നറിയോ? ഫോൺ വിളിച്ചപ്പോ വന്നിട്ട് പറയാന്ന് പറഞ്ഞു. എന്നിട്ട് ഇരിക്കുന്നുണ്ടില്ലേ? പറഞ്ഞതിനൊപ്പം അവന്റെ കവളത്തിട്ട് ഒരു കുത്തും കൊടുത്തു അവൾ. എടീ, ദേവനെ കാണാൻ പറ്റിയില്ല. അവൻ തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് വരുന്നു. ശോ. അവൾ നിരാശയോടെ മുഖം ചുളിച്ചു. പിന്നെ നിന്റെ വീട്ടിൽ കയറി അപ്പച്ചയെ കണ്ടു. അമ്മാവനും വിഷ്ണുവും അവിടെ ഇല്ല. ശ്രീനിലയത്തിലെ രാജേന്ദ്രനെ കാണാൻ പോയിരിക്കുകയായിരുന്നു. എന്തിന്? നിന്നെയും നിന്നെ ചാടിച്ചു കൊണ്ടുപോകാനും പോക്കാനായിട്ട്. ശോ, അവരിതുവരെ അത് വിട്ടില്ലേ? അപ്പച്ചിയല്ലേ ആള്. മിക്കവാറും അമ്മാവനെയും വിഷ്ണുവിനെയും പിരികേറ്റി അങ്ങോട്ടേക്ക് വിട്ടത് അപ്പച്ചി തന്നെ ആവും. നമ്മളെ കണ്ടുപിടിച്ചിട്ട് അവരടങ്ങും മോളെ. പ്രശ്നാകൂ അനന്തേട്ടാ? ആ ചോദ്യത്തിന് മറുപടി എന്നോണം അവൻ അവളെ നോക്കി പല്ല് കടിച്ചു. അതിന് എന്നെ നോക്കി പല്ലടിച്ചു ഓട്ടിക്കുന്ന എന്തിനാ? പരിഭവത്തിൽ അവളുടെ കവിളുകൾ വീർത്തു. ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇരുന്ന് ചോദിക്കുന്നു കേട്ടില്ലേ? അത് പിന്നെ എന്റെ ഇഷ്ടം നടത്തി തരാൻ ആരും ഉണ്ടാവില്ല എന്നറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത്. എന്റെ സന്തോഷം ഞാനല്ലേ നോക്കേണ്ടത്. എന്നിട്ട് ഇപ്പൊ സന്തോഷമായോ? ചായ കുടിച്ചു കഴിഞ്ഞ ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്തും കൊണ്ട് എഴുന്നേൽക്കുന്നതിനിടയിലായിരുന്നു അവൻ ചോദിച്ചത്. അവനെ വട്ടം ചുറ്റിപ്പിടിച്ച് താടിയും കൂടി ചേർത്ത് അവന്റെ കവിളിൽ കടിച്ചുകൊണ്ടാണ് അവൾ അതിനുള്ള മറുപടി കൊടുത്തത്. അല്പം കൂടി സന്തോഷമാകാനുണ്ട്. ഉവ്വ. തല കുലുക്കിക്കൊണ്ട് അവൻ അവളുടെ പിടിയിൽ നിന്നും മാറി അകത്തേക്ക് നടന്നു. ദേവേട്ടന്റെ കാര്യം അനന്തേട്ടന് ഗൗരിയോട് സംസാരിക്കായിരുന്നില്ല അപ്പോ? മുറിക്കകത്തേക്ക് കയറി അവൻ ഷർട്ട് മാറുന്നതിനിടയിൽ പുറകെ വന്ന വൈശാഖി ചോദിച്ചു. അവൾ ഇപ്പോഴും അച്ഛനും അമ്മയും മരിച്ച ട്രോമയിൽ നിന്നും റിക്കവർ ചെയ്തിട്ടില്ലടാ. ഇന്ന് ആ കൊയ്യാരത്ത് മനയുടെ മുന്നിൽ കൂടി പോയപ്പോൾ അവളുടെ പേടി ഒന്ന് കാണണമായിരുന്നു. ഒരിക്കൽ കൂടി വല്ല കൗൺസിലിങ്ങും കൊടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല അനന്തേട്ടാ. ദേവേട്ടനെ പോലെ ഒരാൾ കൂടെ ഉണ്ടായി കഴിയുമ്പോ അവളുടെ പേടിയൊക്കെ അങ്ങ് താനെ മാറിക്കൊള്ളും. ദീർഘനിശ്വാസത്തോടെ ഒന്ന് മൂളിയിട്ട് അവൻ ബാത്ത് എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. അന്ന് രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് അമ്മമ്മ ഉറക്കം പിടിച്ചപ്പോഴും അസ്വസ്ഥമായ മനസ്സോടെ കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു ശ്രീഗൗരി. രാവേറെ ചെന്നിട്ടും ഉറക്കം വരാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശ്രീഗൗരി ഒടുവിൽ എഴുന്നേറ്റിരുന്നു. തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന അമ്മമ്മയുടെ താളാത്മകമായ ശ്വാസം കേൾക്കാം. നേരിയ മൂളലോടെ കറങ്ങുന്ന ഫാനിന് വേഗത പോരെന്നവൾക്ക് തോന്നി. ആകെ വിയർത്തു കുളിച്ചിരിക്കുന്നു.
കൈ ഉയർത്തി കഴുത്തിലെ വിയർപ്പൊന്ന് തുടച്ചിട്ട് അവൾ എഴുന്നേറ്റ് ഫാനിന്റെ വേഗത കൂട്ടി. മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചിട്ട് അവൾ വീണ്ടും കിടക്കയിലേക്ക് വന്നിരുന്നു. വൈകുന്നേരം സജീവൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അപ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത്. വൈശാഖി അനന്തേട്ടന്റെ ഒപ്പമാണ് പോയിരിക്കുന്നതെന്ന് അപ്പച്ചിയോ വിഷ്ണുവേട്ടനോ അറിഞ്ഞാൽ പിന്നെ അവരെ ഇല്ലാതെയാക്കുവാൻ മുന്നിൽ നിൽക്കുന്നത് അപ്പച്ചി തന്നെയായിരിക്കും. ഈ വിവാഹം നടന്നില്ലെങ്കിൽ അവരോടൊപ്പം ശ്രീനിലയത്തുകാരും കൂടും. അങ്ങനെ വന്നാൽ തനിക്ക് ആകെയുള്ള ഏട്ടനും നഷ്ടപ്പെടും. അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്ന രംഗം മനസ്സിലേക്ക് ഓടിയെത്തിയപ്പോ ശ്വാസം കിട്ടാതെ എന്നോണം അവൾ പരവേശത്തോടെ വായ് തുറന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്തു. വീണ്ടും എഴുന്നേറ്റ് ഒരു കവിൾ കൂടി വെള്ളം കുടിച്ചിട്ട് കൈകൾ പിന്നിൽ കെട്ടി അവൾ ആ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. ശരീരമാകെ കുഴഞ്ഞു പോകുന്നതുപോലെ കൈകളും മുഖവുമെല്ലാം മഞ്ഞിൽ വീണതുപോലെ തണുത്തു മരവിച്ചിരിക്കുന്നു. ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ താൻ കുഴഞ്ഞു വീഴുമെന്ന് ബോധ്യമായ നിമിഷത്തിൽ സ്വന്തം ജീവിതം ഹോമിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അവൾ അമ്മമ്മയെ കുലുക്കി വിളിച്ചു. എന്താ കുട്ടിയെ? ഞെട്ടി എഴുന്നേറ്റ അമ്മമ്മ കണ്ണുകൾ തിരുമ്മി അവളെ നോക്കി. മുന്നിൽ വിയർത്ത് കുളിച്ച് പേടിച്ചരണ്ട ഭാവത്തിൽ നിൽക്കുന്ന അവളെ കണ്ട് അമ്മമ്മ വേവലാതിയോടെ അവളെ ചേർത്ത് പിടിച്ചു. എന്താ എന്റെ കുട്ടിക്ക് പറ്റിയേ? സ്വപ്നം വല്ലതും കണ്ടായിരുന്നോ? മറുപടി പറയാതെ അവൾ അമ്മമ്മയെ തിരികെ പുണർന്നു. അമ്മമ്മയുടെ ശുഷ്കിച്ച കൈകൾ അവളുടെ മുടിയിലും പുറത്തും തലോടിക്കൊണ്ടിരുന്നു. അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതിൽ പിന്നെ കുറെ നാളത്തേക്ക് രാത്രി ഉറക്കത്തിനിടയിൽ അവൾ ഇതുപോലെ വിയർത്തു കുളിച്ച് പരിഭ്രമത്തോടെ ചാടി എഴുന്നേൽക്കാറുള്ളത് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ അമ്മമ്മ കൂടുതലൊന്നും അവളോട് ചോദിച്ചില്ല. എങ്കിലും കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും അത്തരത്തിലൊരു അനുഭവം അവൾക്കുണ്ടായതുകൊണ്ട് തന്നെ നാളെ തന്നെ അനന്തനെ വിളിച്ച് പറയണമെന്ന് ചിന്തിക്കുന്നതിനിടയിലാണ് അവൾ കരയുന്ന ശബ്ദം കേട്ടത്. തോളത്തു നിന്നും അവളുടെ മുഖമുയർത്തി അമ്മമ്മ. ഇതെന്തിനാ നീ ഇപ്പോ കരയണ കുട്ടിയെ? അമ്മമ്മ എന്നിങ്ങനെ വിഷമിപ്പിക്കല്ലേടാ. അവർ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അമ്മമ്മേ. ഗൗരിയുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. ആളെ ഇങ്ങനെ തീറ്റിക്കാതെ എന്താന്ന് വെച്ച പറയ കുട്ടിയെ. വല്യച്ഛൻ എന്താ അയാള് നിന്നെ വഴക്ക് പറഞ്ഞോ? ഇല്ല, വല്യച്ഛൻ കൊണ്ടുവന്ന ആ വിവാഹാലോചന നമുക്ക് നടത്താം അമ്മമ്മേ. ഇതെന്താ കുട്ടിയെ നീ പറയുന്നേ? ആ സജീവനോ? അവനെ നിനക്ക് തീരെ കണ്ണിൽ പിടിക്കില്ലാന്ന് നീ തന്നെയല്ലേ പറയാറുള്ളേ? എന്നിട്ടിപ്പോ എന്താ ഉണ്ടായേ? ഇന്ന് അമ്പലത്തിൽ വെച്ച് അയാളെ കണ്ടിരുന്നു. ആൾക്ക് ചെറുപ്പം തൊട്ടേ എന്നെ വലിയ കാര്യാത്രേ. അതിന് എനിക്ക് അയാൾ മതി അമ്മമ്മേ. ആയ്, ഇതാപ്പോ നന്നായേ. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നീ അതങ്ങ് വിശ്വസിച്ചോ? ഈ നാട്ടില് വേറെ എത്രയോ നല്ല ആമ്പിള്ളേരുണ്ട്. എന്നിട്ടാണോ കുട്ടിയെ അവനെ മതി എന്ന് പറയണേ? അതൊക്കെ കേട്ടപ്പോ കുട്ടിക്കും അവനോട് താല്പര്യമായോ? തല താഴ്ത്തിക്കൊണ്ട് മൂളുമ്പോ മുഖത്തെ കള്ളം അമ്മമ്മ കണ്ടുപിടിക്കരുതേ എന്നതായിരുന്നു അവളുടെ പ്രാർത്ഥന. അതിനാണോ നീ ഇങ്ങനെ ഉറങ്ങാതെ വിഷമിച്ചിരിക്കുന്നേ? അവന്റെ നാവത്ര ശരിയല്ലെന്നേ ഉള്ളൂ. അച്ഛനെ പോലെ വേറെ കുഴപ്പങ്ങളൊന്നും അവനുള്ളതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ നീ നമ്മുടെ ദേവനെ വിവാഹം കഴിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒരു നെടുവീർപ്പോടെ അമ്മമ്മ അത് പറഞ്ഞപ്പോ ഉള്ളിൽ പൊട്ടിയ കരച്ചിൽ പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കടിച്ചു പിടിച്ചു. ആ കാര്യം തീർത്തപ്പോ നീ എന്നെ ഉമ്മ വെച്ചത് കണ്ട് എന്റെ ഉള്ളിലും ദേവനായിരിക്കും എന്നാ ഞാൻ കരുതിയേ. എന്തായാലും ഒറ്റ സംസാരം കൊണ്ട് നിന്റെ മനസ്സവൻ തിരിച്ചേലി. അവൻ മിടുക്കൻ തന്നെ. ഇനിയിപ്പോ ഞാൻ എന്താ പറയാ? അമ്മമ്മ അനന്തേട്ടനോട് ഇക്കാര്യം ഒന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, അവനൊന്നും എന്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കില്ല കുട്ടിയെ. നീ സമാധാനമായിട്ട് കിടന്നുറങ്ങ്. നേരം വെളുത്തിട്ട് ഞാൻ വിളിക്കാവനെ. കൊറ്റങ്കാവിലമ്മേ, കുട്ടികളെ കാത്തോളണേ. തൊഴുതു പ്രാർത്ഥിച്ചിട്ട് അമ്മമ്മ കിടന്നപ്പോ ഗൗരിയും അക്കൂടെ കിടന്നു. പുതപ്പ് വലിച്ച് അവളെ പുതപ്പിച്ചിട്ട് കൈകൾ നീട്ടി അവളെ ചേർത്ത് പിടിച്ച അമ്മമ്മ ക്രമേണ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും സമാധാനം നഷ്ടപ്പെട്ട മനസ്സുമായി ഗൗരി കണ്ണും തുറന്ന് കിടക്കുകയായിരുന്നു. എന്തോന്ന് എന്തേട്ടെ പറയുന്നേ? ഗൗരിക്ക് വേണ്ടി സജീവനെ ആലോചിക്കാന്നോ? അമ്മമ്മയുടെ ഫോൺ വന്നതിന് ശേഷം ആകപ്പാടെ അസ്വസ്ഥനായി മുഖവും കുനിച്ചിരുന്ന അനന്തനോട് കാര്യം അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞത് കേട്ട് വൈശാഖി പൊട്ടിത്തെറിച്ചു. ഇന്നലെ രാത്രി അവൾക്ക് വീണ്ടും ആ പാനിക് അറ്റാക്ക് ഉണ്ടായെന്ന അമ്മമ്മ പറഞ്ഞത്. വാട്ട്? അതെ വൈശു, എനിക്ക് പേടിയാണ്.
അവളുടെ മനസ്സിന്റെ നിയന്ത്രണം എപ്പോൾ വേണമെങ്കിലും തെറ്റാമെന്നാ അന്ന് ഡോക്ടർ പറഞ്ഞത്. അത്രയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നല്ലോ അന്ന് ആ സംഭവം നേരിട്ട് കണ്ടപ്പോൾ അവൾ അനുഭവിച്ചത്. അതിൽ നിന്നൊക്കെ അവൾ റിക്കവർ ചെയ്ത് കാണുമെന്ന് കരുതിയിരുന്നിടത്ത ഇപ്പോ ഇങ്ങനെ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു പരീക്ഷണം എനിക്ക് വയ്യ. അവൻ തലയ്ക്ക് കൈതാങ്ങി. എന്ന് വെച്ച് അവളുടെ ഇഷ്ടത്തിന് വിവാഹം നടത്താമെന്നോ? അവനൊരു തല്ലിപ്പൊളിയാണെന്ന് അനന്തേട്ടൻ അറിയില്ലേ? കാശുണ്ടാക്കണമെന്നൊരു ചിന്തയെ അവനെ ഭരിക്കുന്നതെന്നറിയാം. പക്ഷെ അവന്റെ അച്ഛനോളം മോശമല്ല അവൻ. വിവാഹം കഴിഞ്ഞിട്ട് സാവധാനം അവിടെ ഒന്ന് മാറി താമസിക്കാൻ പറയാം. അവളുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കാനുള്ള ധൈര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്കില്ല വൈശു. അതുകൊണ്ടാ ഇക്കാര്യത്തെപ്പറ്റി ഞാൻ കൂടുതലൊന്നും ആലോചിക്കാത്തത്. അവന് പണ്ട് തൊട്ടേ അവൾ ഇഷ്ടമായിരുന്നുവെന്ന് ഇന്നലെ അവളോട് നേരിട്ട് പറഞ്ഞത്രേ. അത് കേട്ട ഉടനെ അവനെ മതിയെന്ന് പറഞ്ഞെന്നോ? എന്തോ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. ഞാനൊന്ന് അവളെ വിളിച്ച് സംസാരിച്ചു നോക്കട്ടെ. സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവളെ നിർബന്ധിക്കുന്ന തരത്തിലാകരുത് നിന്റെ സംസാരം. ഇല്ലെന്നേ, അനന്തേട്ടനാ ഫോണിങ്ങന്നേ. അനന്തന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അതിൽ നിന്നും ഗൗരിയുടെ നമ്പർ എടുത്ത് അവൾ വിളിക്കാൻ തുടങ്ങുമ്പോൾ നിരാശയോടെ അതും നോക്കിക്കൊണ്ട് അനന്തൻ അവൾക്കരികിലേക്ക് ഇരുന്നു. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു ദേവൻ തിരുവനന്തപുരത്തു നിന്നും തിരികെ എത്തിയത്. വാതിൽ തുറന്ന നീലിമയുടെ മുഖത്തെ പ്രസാദമില്ലായ്മ കണ്ട് അവന്റെ മുഖം ചുളിഞ്ഞു. എന്തു പറ്റിയടി മോളെ, സുഖമില്ല നിനക്ക്? ഏയ് കുഴപ്പമൊന്നുമില്ല ഏട്ടാ. പിന്നെന്താ മുഖം വല്ലാതിരിക്കുന്നേ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഏട്ടന് തോന്നിയതാവും. ഉദാസീനമായിരുന്നു അവളുടെ മറുപടി. പോയ കാര്യം എന്തേ? ശ്രീജിത്തേട്ടനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവന്റെ കയ്യിലിരുന്ന ബാഗ് വാങ്ങിക്കൊണ്ടാണ് അവൾ ചോദിച്ചത്. ആ സദാനന്ദേട്ടൻ അടുക്കുന്നില്ല മോളെ. അങ്ങേർക്ക് ഈ സംഭവത്തിൽ എന്തോ താല്പര്യമുള്ളത് പോലെയാ തോന്നിയത്. മുഗ്യനാണെങ്കിൽ സ്ഥലത്തുമില്ല. അന്വേഷണം വേണ്ട വിധത്തിലൊന്നും നടക്കുന്നില്ല. ശ്രീജിത്തിനെ പോക്കുവെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് കഷ്ടമായല്ലോ. അവളുടെ മുഖം ഒന്നുകൂടി മ്ലാനമായി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാമെന്ന് സെക്രട്ടേറിയറ്റ് അംഗമായ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിലെ ഒരു സന്തോഷ വർത്താനം കൂടിയുണ്ട് കേട്ടോ. എന്താ ഏട്ടാ? അടുക്കളയിലായിരുന്ന വിലാസിനി അമ്മയും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തി. തന്നെ കണ്ടതും അമ്മയുടെ മുഖവും മങ്ങിയത് അവൻ ശ്രദ്ധിച്ചെങ്കിലും അതേക്കുറിച്ച് ചോദിക്കും മുന്നേ നീലിമ ഇടയിൽ കയറി. ഏട്ടൻ എന്താ സന്തോഷമുള്ള കാര്യമെന്ന് പറഞ്ഞേ? നീലിമയുടെ ചോദ്യം കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു വെളുത്ത കവർ എടുത്ത് നീട്ടി. എന്താ ഇത്? ആ കവർ തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. നിന്റെ ഏട്ടന് SI സെലക്ഷൻ കിട്ടിയെന്ന് ഔദ്യോഗികമായി അറിയിക്കുന്ന അഡ്വൈസ് മെമ്മോയുടെ ഒരു കോപ്പിയാണത്. രാജേട്ടൻ നേരിട്ടെടുപ്പിച്ചു തന്നതാ. ഇതിന്റെ ഒറിജിനല് 2 ദിവസത്തിനുള്ളിൽ രജിസ്റ്റേർഡായി ഇവിടെ എത്തും. നീലുവിന്റെയും അമ്മയുടെയും മുഖങ്ങൾ ആദ്യമൊന്ന് തിളങ്ങിയെങ്കിലും വീണ്ടും അവ പഴയപടി ആയത് കണ്ട് അവൻ സംശയത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി. എന്താ കാര്യം? ജോലി കിട്ടാറായി എന്ന് കേട്ടിട്ടും രണ്ടിനൊരു സന്തോഷമൊന്നുമില്ലല്ലോ. ഏട്ടാ. എന്താടാ? ശ്രീഗൗരിയുടെ വിവാഹം നിശ്ചയിച്ചു. കൊള്ള, അന്നത്തേതുപോലെ നീ വീണ്ടും എന്നെ കളിപ്പിക്കാൻ നോക്കുകയാണല്ലേ? അവൻ അവളുടെ ചെവിക്ക് പിടിക്കാൻ ആഞ്ഞു. അല്ലടാ, അവൾ പറഞ്ഞത് നേരാ. ഗൗരിയുടെ കല്യാണം ശ്രീനിലയത്തിലെ സജീവനുമായിട്ട് അങ്ങ് ഉറപ്പിച്ചു. ഇന്നലെ ആയിരുന്നു വാക്കാലുള്ള ഉറപ്പിക്കല്. നിശ്ചയമൊന്നുമില്ല. അടുത്ത മാസം 15-ാം തീയതിയാ കല്യാണം. വിലാസിനി അമ്മ പറഞ്ഞു നിർത്തിയപ്പോ ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന അവന്റെ മുഖത്തിന് മാറ്റമൊന്നും വന്നില്ലെങ്കിലും ഉള്ളിലെ നടുക്കം ആ കണ്ണുകളിൽ അവർ വ്യക്തമായി കണ്ടു. യാതൊന്നും പറയാതെ നീലിമയുടെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങി തോളിലേക്ക് ഇട്ടിട്ട് അവൻ മുറിയിൽ കയറി കഥകടച്ചു. തുടരും. പ്രിയ പ്രണയിനി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക് യു. See you soon.